സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ്. കനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ്, ചേലക്കര. പാലം പുതുക്കി പണിതപ്പോൾ കരാറുകാരന്റെയും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെയും ഒപ്പം ഭരണസമിതിയുടെയും അനാസയിൽ അപകട ഭീഷണി ഉയർത്തുകയാണ് ചേലക്കര പടിഞ്ഞാറെ പങ്ങാരപ്പള്ളി പ്രദേശം. 3 വർഷത്തിലേറെയുള്ള ഈ അനാസയിൽ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രദേശവാസികൾ. തുടങ്ങി വെച്ച പാലം പണിയാണത്. പാലം പണി 32 ലക്ഷം മുടക്കിയ പാലം പണിയാണ്. പാലം പണി സമയബന്ധിതമായി തീർത്തിട്ടാണ് അവർ പോയത്. പക്ഷേ നല്ല റോഡുണ്ടായിരുന്നതിന് 2 വശം വെട്ടിപ്പൊളിച്ച് പോയിട്ട് അതിപ്പോൾ ഭയങ്കര കുണ്ടുപോയി കിടക്കുകയാണ്. അത് വണ്ടികൾ പോകുമ്പോഴാണെങ്കിൽ മുഴുവൻ അത് പറഞ്ഞു വീഴുന്നു. കുട്ടികൾ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. വാഹനങ്ങൾ പറഞ്ഞു വീഴുന്നു. ഇത്രയും അവസ്ഥ ഉണ്ടായിട്ടും 4 വർഷം കഴിഞ്ഞിട്ടും അതൊന്നും ചെയ്യാൻ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ കഴിഞ്ഞിട്ടില്ല. ഇത് ഞങ്ങൾ പലപ്പോഴും ഇവിടുത്തെ മെമ്പർമാരുടെയും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ അവർ യാതൊരു മൈൻഡും ചെയ്തിട്ടില്ല. ഇത് ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി വന്നത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്ന് അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. അപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത്, പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്, ഇത് 1 മാസത്തിനുള്ളിൽ ഞങ്ങളത് ക്ലിയറാക്കി തരും എന്ന് പറഞ്ഞു പോയതാണ്. പക്ഷേ 1 മാസം കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ഇതുവരെ അതുകൊണ്ടായിട്ടില്ല. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് തരേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. അത് നടത്തി തരേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ചെയ്തു തരണം എന്ന് ഞങ്ങളായ ഈ നാട്ടുകാരായ ഞങ്ങളോട് പറയാനുള്ളത്. ഇത് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ റോഡ് കിടക്കുന്ന 9 മീറ്റർ കിടക്കുന്ന റോഡ്, അതിലിപ്പോൾ ഒരു 2 വണ്ടികൾക്ക് ശരിക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണത്. അത് പഞ്ചായത്ത് കമ്മിറ്റികളിലൊക്കെ ഞങ്ങളത് അവതരിപ്പിച്ചാണ് അതിൻ്റെ സൈഡൊന്ന് കുറച്ച് കെട്ടി കുറച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി. തോട് മാന്തി കഴിഞ്ഞപ്പോൾ മണ്ണുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത് ചെയ്തില്ല. അതൊക്കെ ഞങ്ങളവരെ ശ്രദ്ധയപ്പെടുത്തിയാണ്. ഇപ്പോൾ വണ്ടികൾ റോഡുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, വണ്ടിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് ഞങ്ങളെപ്പോലുള്ള ഈ നാട്ടുകാർക്ക് പറയാനുള്ളത്. 32 ലക്ഷം രൂപ വക കൊള്ളിച്ച് കോൺട്രാക്ടറായിട്ടുള്ള ശിവൻ പാലം പണിഞ്ഞതാണ്. പാലം പണിഞ്ഞപ്പോൾ വാഹന സൗകര്യത്തിന് വേണ്ടിയിട്ട് റോഡിൻ്റെ ഇരുവശം ഒരുപാട് ദൂരം വെട്ടിപ്പൊളിക്കുകയുണ്ടായി. അത്രയും ഭാഗമെല്ലാം പാലത്തിനോട് ചേർന്നുള്ള ഒരു 10 മീറ്ററോളം ഒഴിവാക്കിക്കൊണ്ട് ടാറിങ് നടത്തിയിട്ടുമുണ്ട്. ഈ 10 മീറ്ററോളം ഈ 4 കൊല്ലമായിട്ടും പഞ്ചായത്തോ അതിൻ്റെ അധികാരികളോ ഇവിടെയുള്ള ജനപ്രതിനിധികളോ ആരും ഇതിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് ഏറ്റവും വലിയ ഒരു വീഴ്ചയായിട്ടാണ് നമ്മൾ കാണുന്നത്. രാത്രിയിലോ പകലോ ഒക്കെ വന്നാൽ തന്നെ മഴക്കാലത്ത് കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഏത് വാഹനവും റോഡ് നിരപ്പാണോ എവിടെയാണ് കുഴിയെന്ന് ഒന്നും അറിയാത്ത അവസ്ഥയാണ്. അപ്പോൾ അപകടം വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും, സൈക്കിളിൽ വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇതൊന്നും കണ്ടില്ല എന്ന് അടിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഭരണത്തിൻ്റെ ഒരു എന്താ അതിന് പറയുക, ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതാണ് ജനപ്രതിനിധികൾ. അവരും ഇത് ശ്രദ്ധിക്കുന്നില്ല. ഇത് ആ കോൺട്രാക്ടറുകൾ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം അത്രയേ ഉള്ളൂ. ഈ പഴയ പാലം പൊളിച്ചതിൻ്റെ കമ്പി മറ്റ് സാധന സാമഗ്രികളൊക്കെ അവരാണ് എടുത്തുകൊണ്ടുപോയി ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ചെറിയൊരു അംശം ഇതിൽ ചിലവാക്കി ഒരു 10 ചാക്ക് സിമെൻ്റ് ഉണ്ടെങ്കിൽ ഈ 2 ഭാഗവും ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ഇനി ഇവർക്കൊന്നും കഴിയില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ പിരിവെടുത്ത് ഈ സംഗതി നടപ്പിലാക്കും. പ്രാപ്തിയും കഴിവൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെയുണ്ട്. പക്ഷേ അതല്ലല്ലോ എൻ്റെ ശരി. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട 12ാം വാർഡിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ തന്നെ പഞ്ചായത്തും ഇതിൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് വലിയൊരു അപകടവും ദുരിതവും ഒഴിവാക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് ഈ പാലത്തിനോട് ചേർന്നുള്ള റോഡിൻ്റെ ഇരുവശത്തുമായിട്ടുള്ള പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലം അടിയന്തരമായിട്ട് പണി പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പറയാനുള്ളത്. വേണ്ട രീതിയിൽ ഇത് ശ്രദ്ധിക്കുമെന്ന്, അത് ശ്രദ്ധ പുലർത്തി നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. മുമ്പ് ബഹുമാന്യ രാധാകൃഷ്ണൻ മിനിസ്റ്റർ ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്തപ്പോൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇത് പണി പൂർത്തീകരിച്ചിട്ട് പോരായിരുന്നോ എന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞതായിട്ടാണ് അറിയുന്നത്.
പക്ഷേ അന്നേരം അന്ന് പുതിയ ഭരണസമിതിയായിട്ടുള്ള പഞ്ചായത്തിൻ്റെ അധികാരികൾ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞത്. അതുപോലെ ലംഘിക്കപ്പെട്ടു. ഇത് ഇവിടുത്തെ വാർഡ് മെമ്പർമാരുടെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയിട്ടുള്ളതാണ്, പഴയ മെമ്പർമാരുടെയും പുതിയ മെമ്പറുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അവരൊന്നും ഇത് പല രാഷ്ട്രീയ കാരണങ്ങളാൽ അതിന് മുന്നോട്ട് വന്നില്ല. ഇത് ജനങ്ങൾക്കാണ് ഇതിൻ്റെ ദുരിതം. ഈ ദുരിതം അവസാനിപ്പിക്കാൻ വേണ്ട നടപടി റൈറ്റ് വിഷൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് അതിൻ്റെ ഭരണാധികാരികൾ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നടപ്പിലാക്കാൻ വേണ്ട സഹായം ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.